ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ കോളേജിലോട്ടുള്ള ലാസ്റ്റ് സബ്മിഷനും ഇന്ന് 12 മണിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. 12 മണി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഇന്ന് പകലൊന്നും കാര്യമായിട്ട് കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ നേരെ പൃഥ്വിചേട്ടനെ വിളിച്ചു. മൂപ്പരൊരു കുഴപ്പമില്ലാതെ എങ്ങോട്ടാണെങ്കിലും വരാമെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് മെക്ഡൊണാൾഡ്സിലോട്ടാണെങ്കിലും പിന്നീട് പ്ലാൻ മാറ്റി നേരെ തക്കാക്കി രാമനിലോട്ട് വിട്ടു. കാരണം ചേട്ടൻ ഇതുവരെ രാമൻ ഫുഡ് കഴിച്ചിട്ടില്ലത്രേ. ഈ തക്കാക്കി രാമൻ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ഫുഡ് സ്റ്റാൾ കേട്ടോ. അവിടെ നമുക്ക് പലതരത്തിലുള്ള രാമൻ ഫുഡ് കിട്ടും. ഈ രാമൻ ഫുഡ് എന്ന് പറയുന്ന സാധനം പണ്ട് സിംഗപ്പൂരിൽ വന്ന സമയത്ത് 1-2 തവണ കഴിച്ചിട്ടുണ്ടെങ്കിലും അത്ര വലിയൊരു രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ജപ്പാൻ പോയി വന്നതിന് ശേഷം ഈ രാമൻ ഒരു ഫേവറേറ്റ് ഫുഡായി മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ വന്നിരിക്കുന്ന കട ഉണ്ടല്ലോ, വർഷത്തിലെ 365 ദിവസം 24 മണിക്കൂർ ഓപ്പൺ ആണ്. സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ഓർഡർ നമ്പറും വിളിച്ചു. ഇവിടെയെല്ലാം സെൽഫ് സർവീസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ പോയി കളക്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ തന്നെ തിരിച്ച് നമ്മുടെ ടേബിളിലോട്ട് വരണം. നമ്മളിപ്പോൾ എടുക്കുന്ന സാധനമല്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി, നമ്മൾ മറ്റേ സാധാരണ നാട്ടിലൊക്കെ മാങ്ങ ഉപ്പിലിട്ട് വയ്ക്കത്തില്ലേ, അതുപോലെ ഇഞ്ചി ഉപ്പിലിട്ട് വെച്ചൊരു സാധനമായിരുന്നു. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കിട്ടിയ സന്തോഷത്തിൽ നമ്മൾ നേരെ നമ്മുടെ ടേബിളിലോട്ട് വന്നു. ഇനി ഇത് കഴിച്ചെടുക്കാന്നുള്ളതാണ്. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാനിത് നല്ല രീതിക്ക് ആസ്വദിച്ച് പെട്ടെന്ന് കഴിച്ചു തീർത്തു. പക്ഷേ ചേട്ടനത് കൂടുതലാണെന്ന് വിചാരിച്ചിട്ട് കഴിയുമോ എന്നുള്ള രീതിക്കായിരുന്നു മൂപ്പര് കഴിച്ചത്. പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. കഴിയുമെന്ന് വിചാരിച്ച ആളും നല്ല വിശപ്പുണ്ടായിരുന്ന എനിക്കും നല്ല രീതിക്ക് പെട്ടെന്ന് തന്നെ കഴിച്ചെടുക്കാൻ പറ്റി. അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലോട്ടല്ല പോകുന്നത്. ഇനി നമ്മൾ പോകുന്നത് മെക്ഡൊണാൾഡ്സിലോട്ടാണ്. അവിടേക്ക് എന്തിനാന്നല്ലേ, ഇനി ചേട്ടൻ്റെ ഭാര്യയ്ക്ക് ഒരു ബർഗർ കൂടി മേടിക്കാനുണ്ട്. നമ്മൾ ഇപ്രാവശ്യം കടയുടെ അകത്ത് കയറിയിട്ടല്ലോ ഓർഡർ ചെയ്യുന്നത്. കടയുടെ പുറത്തുള്ള ഡ്രൈവ് ത്രൂ വഴിയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. Hi, good evening. One a la carte double cheeseburger, please. One a la carte double cheeseburger. Right. Anything else? No, that's all. Chili ketchup for you? Both, please. Both, huh? ഞാൻ ആദ്യമായിട്ടോ മെക്ഡൊണാൾഡ്സിലെ ഡ്രൈവ് ത്രൂ വഴി ഫുഡ് ഓർഡർ ചെയ്യുന്നത്. ഞാൻ ഇത്ര കാലം വിചാരിച്ചിരുന്നത് 4 വീലേഴ്സായ കാറുകൾക്ക് അല്ലെങ്കിൽ വാനുകൾക്ക് മാത്രമേ ഡ്രൈവ് ത്രൂ വഴി ഫുഡ് ഓർഡർ ആക്കാൻ പറ്റുമെന്നാണ്. പക്ഷേ ഇവിടെ ബൈക്കിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരൊന്നും പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പേയ്മെൻറ്റ് ബൂത്തിലോട്ട് എത്തി. അങ്ങനെ അവിടെ പേയ്മെൻറ്റും കൊടുത്ത് നമ്മൾ ബർഗർ കളക്ട് ചെയ്തു. ഇനി യാത്ര നേരെ വീട്ടിലോട്ട്. ചേട്ടൻ്റെ വീട്ടിൽ പറഞ്ഞു വിട്ടതിന് ശേഷം ഒരു ടാറ്റയൊക്കെ കൊടുത്ത് ഞാൻ ഇനി എൻ്റെ വീട്ടിൽ പോട്ടെ. സമയം ഇപ്പോൾ ഏകദേശം പുലർച്ചെ 3 മണിയായിട്ടോ. ഇനി വേണം പോയിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ. അപ്പോൾ എല്ലാവർക്കും ബായ്.